അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കുചേരുവാനായിട്ട് പാസ്റ്റർ രാജു ജോസഫ്, പാസ്റ്റർ മഹേഷ് മണിയൻ അവർ നമ്മുടെ മധ്യയിൽ കടന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. ദൈവത്തിൻ്റെ ആ സമാഗമന കൂടാരത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടാര ശുശ്രൂഷയെക്കുറിച്ചുള്ളതായ നിർദ്ദേശങ്ങൾ ദൈവം മോശയ്ക്ക് നൽകിയതായിട്ട് നമുക്ക് കാണുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ സാധിക്കുമോ? സമാഗമന കൂടാര ശുശ്രൂഷ ആരംഭിക്കുന്നത് മോശ ആദ്യമായിട്ട് ദൈവത്തിൻ്റെ ജനത്തെയും ദൈവത്തെ ആരാധിക്കുന്ന ഒരു പറ്റത്തെയും വേർതിരിക്കുന്നതായ ഒരു അനുഭവമാണ് കാണുന്നത്. നമ്മൾ പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് അല്പം അകലെയായിട്ട് അത് സ്ഥാപിക്കുകയും അതിനുശേഷം മോശ ഒരു ആഹ്വാനം ചെയ്യുകയാണ്. യഹോവയെ അന്വേഷിക്കുന്നവരൊക്കെയും ഈ കൂടാരത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പറയുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അങ്ങനെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പറ്റം ജനം ഉണ്ട്. അവരെ വേർതിരിച്ച് നിർത്തുന്ന ഒരവസ്ഥ. ദൈവിക സാന്നിധ്യം അപ്പോൾ അവിടെ ഇറങ്ങി വരുന്നതായി കാണുന്നു. ഈ കൂടാര ശുശ്രൂഷയുടെ സമയത്ത്, അല്ലെങ്കിൽ ആ കൂടാരത്തിൽ അവർ കൂടി വന്ന സമയത്ത്, അപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനമെല്ലാം അവരവരുടെ കൂടാരങ്ങളിൽ ദൈവം മേഘാരൂഢനായി വരുന്നത് ദർശിക്കുന്നത് കൊണ്ട് നിൽക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതായി പുറത്തിറങ്ങി നിൽക്കുകയും, അപ്പോൾ ദൈവികമാകുന്ന അനുഭവം അവർ പാർത്തിരുന്ന ഇടത്തു നിന്ന് ഇത് അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു വേർതിരിവിൻ്റെ അനുഭവം, ദൈവത്തെ ആരാധിക്കുന്ന ഒരു പറ്റം ജനത്തെ വേർതിരിച്ച് മാറ്റുന്നതായ ഒരു അനുഭവമാണ് ഇതിൽ കൂടി മോശ കാണിച്ചു കൊടുക്കുന്നതും. മറ്റ് ജനമൊക്കെയും ഉണ്ട്, എങ്കിലും അവർ പിന്നീടാണ് ഇതിനെക്കുറിച്ച് ദൈവത്തിങ്കിലേക്ക് വീണ്ടും തിരിയുവാനുള്ളൊരു അവസരമായിട്ട് ഇത് മാറുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയുന്നു. കൂടാര ശുശ്രൂഷ ദൈവം ആരംഭിച്ചത് ദൈവം ജനങ്ങളുടെ മധ്യയിൽ വസിക്കുവാനും അവർക്ക് വേണ്ടിയതായ ആ ഒരു ക്ഷമാപണം, അവരുടെ പാപങ്ങൾക്കൊരു അറുതി വരുത്തുവാൻ, അതിൻ്റെ ഒരു രക്ഷാപദ്ധതി നടപ്പിലാക്കുവാനായിട്ട്, ആ രക്തച്ചൊരിച്ചിലൂടെ അവർക്കൊരു ക്ഷമാപണം ലഭിക്കുന്നതായിട്ടും, അങ്ങനെ ആ കൂടാര ശുശ്രൂഷ പുരോഹിത ലേവ്യ ഗോത്രത്തിലൂടെ മഹാപുരോഹിതനായി നിയമിക്കപ്പെട്ടവർ, അങ്ങനെയുള്ള ഒരു പ്രക്രിയ ദൈവം ആരംഭിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മൾ എപ്പോഴെങ്കിലും പാസ്റ്റർ മഹേഷ്, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ശക്തമായിട്ട് ദൈവത്തിൻ്റെ നടത്തിപ്പ്, ദൈവം നിങ്ങളെ നയിച്ചതായിട്ട് ഉള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയുവാനായിട്ട് സാധിക്കുമോ? എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം ശക്തമായി നയിച്ചിട്ടുള്ള അനുഭവങ്ങൾ അനവധിയാണ്. അതിന് ഞാനൊരു വലിയൊരു ഉദാഹരണം പറയാം. ഞാൻ ജനിക്കുന്നതായിട്ടുള്ള സമയം, അന്ന് ഞാൻ സമുദ്ര അഡ്വന്റിസ്റ്റ് സഭാവിശ്വാസിയല്ല, ഒരു ക്രിസ്ത്യാനി പോലും അല്ല. ആയിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും കേട്ടിട്ടുള്ളതായിട്ടുള്ളൊരിതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ജനിച്ചു, അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലായിരിക്കുന്ന സമയം, ഒരു ഇതുപോലെ ജൂൺ മാസത്തിലാണ്, മെയ് 29 ഞാൻ ജനിക്കുന്നത്. ഒരു ജൂൺ മാസത്തിൻ്റെ സമയത്ത് ശക്തമായ മഴയുടെ സമയം. ഇന്നുള്ളതുപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നുമല്ല, പച്ച കല്ലുകൊണ്ട് കെട്ടിയതായിട്ടുള്ള കെട്ടിടം, മണ്ണുകൊണ്ട് കെട്ടിയതായിട്ടുള്ള കെട്ടിടം. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ചുവരിൻ്റെ അടുത്ത് നിറയെ കല്ല് വെച്ച്, കരിങ്കല്ല് കൊണ്ട് കെട്ടിയിരിക്കുന്നതായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അതിനോട് ചേർന്നാണ് വീടിരിക്കുന്നത്, അടുക്കള ഭാഗം അതിനോടാണ്. അപ്പോൾ പറഞ്ഞു കേട്ടുള്ളതാണ്, ഞാനിങ്ങനെ കുഞ്ഞായിരിക്കുന്നു, അധികം പ്രായമില്ല, അമ്മയുടെ അടുത്ത് ഇങ്ങനെ കിടക്കുന്നു. ആ സമയത്ത് ഈ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് ഈ കരിങ്കല്ല് കെട്ടെല്ലാം കൂടെ ഇടിഞ്ഞ് നമ്മുടെ വീട്ടിൻ്റെ അടുക്കള ഭാഗത്ത് വീണ് അടുക്കള എല്ലാം തകർന്നു പോയി. ഈ സൗണ്ട് കേട്ടിട്ട് പ്രസവിച്ച് കിടക്കുന്ന എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് പുറത്തോട്ട് ഓടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നതായിട്ടുള്ളൊരു കാര്യം, ഈ അടുക്കളയെ തകർത്ത കല്ലിൽ ഒരെണ്ണം അപ്പുറത്തെ ചുവരിൽ വന്ന് അടിച്ച് അതെല്ലാം കൂടെ വീണ് നമ്മളെ മേത്തൂടെ വീണിരുന്നെങ്കിൽ ഇന്ന് മഹേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ
ദൈവ ശുശ്രൂഷയുടെ ഭാഗത്ത് നിൽക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി അന്ന് ഉണ്ടാവുകയില്ല. അന്ന് ഞാനൊരു ക്രിസ്ത്യാനി പോലും ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര അഡ്വൻറ്റിസ്റ്റുകാരനല്ല. അപ്പോൾ ആ സമയത്ത് പോലും ദൈവം ശക്തമായിട്ട് ഇടപെട്ടു. അതുകൊണ്ടാണ് ആ അവസ്ഥയിൽ നിന്നും എനിക്ക് കരയേറുവാനായിട്ട് സാധിച്ചത്. അതുപോലെ നിരവധി അനുഭവങ്ങൾ എനിക്ക് പറയുവാൻ സാധിക്കും. ഇന്ന് ഞാനായിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു സാഹചര്യം തന്നെ പല മോശകരമായ അവസ്ഥയിലൂടെ കടന്നുപോയി. അന്ന് എന്നെ എടുത്തുകൊണ്ട് ഓടിയ അമ്മ ഒരു സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ആ സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട്, നീ മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന്. അത്രത്തോളം മോശകരമായ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് തീർച്ചയായിട്ടും എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ കൊണ്ടാണ് ഇന്ന് ഇപ്രകാരം ഒരു അവസ്ഥയിലായിരിക്കുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. വളരെ ഒരു സങ്കീർണമായ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ ദൈവത്തിന് മുന്നമേ മഹേഷ് എന്ന ശുശ്രൂഷകനെ കുറിച്ച് ദൈവത്തിന് അറിയാമായിരുന്നു. നമുക്കറിയില്ല, പക്ഷേ ദൈവത്തിനറിയാമായിരുന്നു. ദൈവം തൻ്റെ സംരക്ഷണ വലയത്തിൽ ദൈവം കാത്തു സൂക്ഷിച്ചു. പിന്നീട് വീണ്ടും ശക്തമായിട്ട് ദൈവം ആ യവന പ്രായത്തിൽ ഇടപെടുകയും ദൈവീയ വേലയ്ക്കായി ദൈവം വിളിച്ചു വേർതിരിച്ചായുള്ള അനുഭവം വളരെ അത് നല്ല ഒരു അനുഭവമാണ്. മോശ എപ്പോഴും ദൈവത്തോട് എന്തിനാണ് എന്നെ ദൈവമേ നയിക്കണമേ നടത്തണമേ എന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി എപ്പോഴും ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? മോശ ദൈവത്തോടൊപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുവാനുള്ളതായ കാരണമെന്ന് പറയുന്നത്, മോശ വാസ്തവത്തിൽ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു വ്യക്തിയായിരുന്നു. മോശയെ ദൈവം ഒരു പ്രത്യേക ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടതായൊരു വ്യക്തിയായിരുന്നു. മോശ ഇസ്രായേൽ മക്കളെ നയിക്കുവാനായി തൻ്റെ ജീവിതത്തിൻ്റെ ഏതാണ്ട് മോശ ഇസ്രായേൽ മക്കളെ നയിക്കുവാൻ ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് 80 വയസ്സുള്ള സമയത്താണ്. ആ സമയം മുതൽ അദ്ദേഹം ദൈവവുമായിട്ട് താൻ വലിയ അഭേദ്യമായൊരു ബന്ധം, ദൈവം പറയുന്നതായ പാതകളിൽ കൂടി മാത്രം നയിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ജനം എപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയും ദൈവത്തെ മറന്ന് ജീവിക്കുകയും ചെയ്തു. ദൈവം ആ മോശയോട് പറഞ്ഞ കാര്യങ്ങളും അത് ജനത്തോട് പങ്കുവെച്ചുവെങ്കിലും പിന്നീട് ജനം ദൈവത്തെ മറക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ കാണുന്നത് ആരാധന അഥവാ ഒരു ശുശ്രൂഷ അവരെ ആരംഭിക്കുന്നു. അവിടെയും ഒരു വേർതിരിവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. ആ സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനം ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ മോശയുടെ ഒരു ആഗ്രഹം, ദൈവിക സാന്നിധ്യം തന്നോടെപ്പോഴും ഉണ്ടെങ്കിൽ തനിക്ക് ഈ ജനതയെ നയിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഒരു നല്ലൊരു ചർച്ചയാണ്. ഈ ചർച്ച ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തുടരാവുന്നതാണ്. മാന്യപ്രേക്ഷകരെ, ആരുമെങ്ങും പോകരുത്, ഈ ചർച്ച ഞങ്ങൾ തുടരുന്നു. നിങ്ങളുടെ മഹത്വം വെളിപ്പെടുത്തുക എന്നുള്ള വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തെ വേണ്ടി മോശ വളരെയധികം ആഗ്രഹിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഒരു കാര്യം, വെറുതെ ദൈവത്തെ അറിയുകയും അതുപോലെ ദൈവത്തെ വ്യക്തമായിട്ട് അറിയുകയും എന്നുള്ളതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ദൈവത്തെ അറിയാം, അല്ലെ എനിക്ക് വ്യക്തമായിട്ട് നന്നായിട്ട് അറിയാം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഇവിടെ മോശയെ ദൈവം വിളിക്കുന്ന വേളയിൽ മോശ ദൈവത്തോട് ഒഴികഴിവുകൾ പറയുന്നു. എന്നാൽ ശക്തമായ ദൈവത്തിൻ്റെ ഇടപെടൽ മോശ കാണുന്നതായിട്ടുള്ള വേളയിൽ പിന്നെ മോശ ഇടം വലം തിരിയാതെ ദൈവം നയിക്കുന്ന ആ പാതയിലൂടെ തന്നെ മോശ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏകസത്യ ദൈവമായ പിതാവായ ദൈവത്തെയും ആ പിതാവായ ദൈവം അയച്ചിരിക്കുന്ന പുത്രനായ ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ മോശ അവിടെ വളരെ ബോൾഡായിട്ട് ദൈവത്തോട് പറയുകയാണ്, ഇസ്രായേൽ ജനങ്ങളെ അവിടെ നിന്ന് നശിപ്പിച്ച് കളയരുത്, വേണമെങ്കിൽ എൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ച് കളയണമേ എന്ന്. കാരണം മോശയ്ക്കറിയാം, മോശ ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നു, മോശ ദൈവത്തെ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മോശയ്ക്ക് നിത്യജീവനുണ്ട്, മോശ ജീവപുസ്തകത്തിൽ മോശയുടെ പേരുണ്ട് എന്ന് മോശ ശക്തമായി വിശ്വസിച്ചിരുന്നു. അതാണ് ദൈവത്തെ അറിയുന്നതും. മോശ ദൈവത്തെ ഭാഗികമായിട്ടല്ല അറിഞ്ഞിരുന്നത്.
അതുകൊണ്ടാണ് എപ്പോഴും മോശയ്ക്ക് അറിയാം മോശ ദൈവത്തെ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അങ്ങയുടെ ആ മഹത്വം ദർശിക്കണം, അങ്ങയുടെ തേജസ് എനിക്ക് ദർശിക്കണം. പക്ഷേ ദൈവം മോശയോട് ആവർത്തിച്ച് പറയുന്നു അത് ഒരിക്കലും സാധ്യമല്ല. എന്നെ പൂർണ്ണമായും കണ്ടിട്ടൊരു വ്യക്തിക്ക് ജീവിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവം മോശയുടെ ആഗ്രഹപ്രകാരം മോശയ്ക്ക് ഭാഗികമായിട്ട് ആ ദൈവം മോശയെ വെളിപ്പെടുത്തുകയാണ്. മോശ പറയുന്നത് എൻ്റെ തേജസ് കടന്നു പോകുന്ന സമയത്ത് നീ പാറയുടെ മറവിൽ ഒളിക്കുക. അതിനുശേഷം മോശയും ദൈവത്തിൻ്റെ പുറം ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ മോശ ദൈവത്തെ കാണുവാൻ ആഗ്രഹിച്ചു. പല സന്ദർഭങ്ങളിലും മോശ മുഖാമുഖമായി ദൈവത്തെ ദർശിച്ചു എന്ന് പറയുന്നു. ആ ദൈവത്തെ കാണുന്നതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ മുഖാമുഖമായി ദർശിക്കുന്നതിൻ്റെ ആ ഒരു അനുഭവത്തെക്കുറിച്ചൊന്ന് പറയാൻ പറ്റും. ദൈവത്തെ മുഖാമുഖമായി കാണണം എന്ന് മോശ ആഗ്രഹിക്കുന്നതിന് ഒരു കുറ്റവും നമുക്ക് പറയാൻ പറ്റില്ല. കാരണമെന്ന് പറഞ്ഞാൽ മോശയെ വിളിച്ച് വേർതിരിച്ച് മോശയോടൊപ്പമായിരിക്കുന്ന ദൈവ സാന്നിധ്യം മോശ എപ്പോഴും ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. എന്നാൽ ആ സമയങ്ങളിലൊന്നും മോശയ്ക്ക് ദൈവത്തെ മുഖാമുഖം ദർശിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്ര തീഷ്ണതയുള്ള, ഇത്ര ശക്തനായ, ഇത്ര ജനത്തെയും ലോകത്തെ പ്രപഞ്ചത്തെ മൊത്തം നയിക്കുന്ന ഒരു ദൈവത്തെ തനിക്ക് ദർശിക്കണമെന്നൊരാഗ്രഹമുണ്ടായത്. പക്ഷേ ദൈവം പറയുകയാണ് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ മോശയ്ക്ക് എൻ്റെ മുഖത്തെ കാണുവാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു തേജസ് മാത്രം ദർശിക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പറയുകയാണ് ദൈവം മോശയെ ഈടുറ്റതായ ഒരു സ്നേഹത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് കണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരെയും നയിക്കുവാനും നടത്തുവാനും ശക്തനാകുന്നതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടതാകുന്നതായ എല്ലാ സ്നേഹവും പങ്കുവയ്ക്കുവാനും ശക്തനായ ഒരു വ്യക്തിയാണ്. നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ കാണുവാൻ കഴിയാത്ത വ്യക്തിത്വങ്ങളാണ് ഇപ്രകാരമുള്ളത്. കാരണം ഒരു ജനതയെ നയിക്കപ്പെടുമ്പോൾ അവരിലെ ന്യൂനതകളെ കണ്ടാലും അവരെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും വയ്ക്കുന്നതായ ആ ആർദ്രതയുള്ളതായ മനസ്സ്, ആ ഒരു മനസ്സ് മോശയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് മോശയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ടുള്ള തൻ്റെ ബന്ധം അത് ഏറ്റവും കരുണാർദ്രമായിരുന്നതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശ കാണണമെന്ന് ആഗ്രഹിച്ചു. ദൈവം മോശയ്ക്ക് തൻ്റെ പുറകുവശം കാണിച്ചു കൊടുക്കുകയാണ്. പുറകുവശം കൈവച്ച് മറച്ചു. ആ തേജസ് കാണുവാനായിട്ട് മോശ വളരെയധികം ആഗ്രഹിച്ചായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മോശയ്ക്ക് അത് പൂർണ്ണമായിട്ട് കാണുവാൻ ഭൂമിയിലായിരുന്ന സമയത്ത് പറ്റിയില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടതായ സമയത്ത് കണ്ടിട്ടുണ്ട് എന്നുള്ളത് വിശ്വസിക്കാം. റോമർ 2:4 ഇവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഇവിടെ റോമർ 2:4 പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തുന്നത് നമ്മുടെ ദൈവം സ്നേഹനിധിയായ ദൈവമാണ്. എങ്കിലും ദൈവം കരുണയും നീതിയുമുള്ള ദൈവമാണ്. എങ്കിലും ആ ദൈവം അപ്രകാരമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അഡ്വാൻറ്റേജ് എടുക്കുവാൻ പാടില്ല. ദൈവം സ്നേഹനിധിയായിരിക്കുന്നതോടൊപ്പം തന്നെ ദൈവം നമ്മളെ ന്യായം വിധിക്കുന്ന ഒരു ദൈവവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ആ ദൈവിക സ്നേഹത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ദീർഘക്ഷമയുള്ള ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, അപ്രകാരമുള്ള ദൈവമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ദൈവഹിതം വിട്ട് പ്രവർത്തിക്കുവാൻ പാടില്ല എന്നാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം ദൈവം നമ്മളെ മറ്റൊരു ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം 70 വട്ടം ക്ഷമിക്കുന്ന ദൈവമാണ്, അല്ലെങ്കിൽ ദൈവം മഹാകരുണ കാണിക്കുന്ന ദൈവമാണ്, നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്ന് കരുതി നമ്മൾ ദൈവഹിത പ്രകാരമല്ലാതെ നമുക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന ശിക്ഷാവിധിയും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അല്ലെങ്കിൽ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ നമുക്ക് ആ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകും എന്നതിനെ പൗലോസ് അപ്പോസ്തലൻ അവിടെ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് നോക്കാം, കുരിശ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ എപ്രകാരമാണ് വെളിപ്പെടുത്തുന്നത്? കുരിശ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ, വീണ്ടെടുപ്പ്, അതുപോലെ തന്നെ നമുക്കോരോരുത്തർക്കും
ദൈവത്തിങ്കിലേക്ക് എത്തപ്പെടുവാനുള്ളതായ ഒരു മാർഗമായിട്ട് കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നതിൻ്റെ പ്രതിബിംബമായിട്ടാണ് നാം കുരിശിനെ കാണുന്നത്. അപ്പോൾ അവിടെ നാം കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീണ്ടെടുപ്പുണ്ട്, രക്ഷാപദ്ധതിയുണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് നാം കാണേണ്ടത് ദൈവത്തിൻ്റെ കരുതലിനെയും സ്നേഹത്തെയുമാണ് ആ ക്രൂശിൽ കൂടി കാണേണ്ടത്. ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ അത്രമാത്രം താഴ്മയുടെ ഒരു അനുഭവം ക്രിസ്തു വഹിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ ഇടയായതാണ് ക്രൂശിൽ കൂടി. നല്ലൊരു ചർച്ചയാണ്. നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മളിത് തുടരുന്നതായിരിക്കും. മാന്യപ്രേക്ഷകരെ, ആരും എങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ചർച്ച തുടരുന്നു. അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമെന്നുള്ളതായ വേദപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകരെ ഏവർക്കും വീണ്ടും സ്വാഗതം. ഇവിടെ ദൈവീയ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ ഇവിടെ കണ്ടു. കുരിശ് ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. കുരിശ് ദൈവം നമുക്ക് വേണ്ടി ആ കുരിശ് ചുമന്ന് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളും നമ്മുടെ ഭാരങ്ങളും വഹിച്ചു. അവസാനമായി ആ കർത്താവായ യേശു ക്രിസ്തു ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു എന്ന് നാം കാണുന്നു. കുരിശിനെ കുറിച്ച് അല്പം കൂടി ചേർക്കാനായിട്ട് ഭാഷണം പറ്റുമോ? ഇവിടെ ക്രൂശിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അല്ലെങ്കിൽ ആ ക്രൂശിൻ്റെ ഒരു അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മരത്തിൽ തൂങ്ങി മരിക്കുന്നവരെല്ലാം ശപിക്കപ്പെട്ടവരെന്ന് പറയുന്നു. അതേ കാര്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്തു പറയുന്നു. അങ്ങനെ മരക്കുരിശിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആ കാൽവരി ക്രൂശിൽ മരിച്ചതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തിലുള്ള സകലരെയും ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഒരു മടിയും കൂടാതെ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം 2 തടി കഷ്ണങ്ങൾ അല്ലെങ്കിൽ മരക്കുരിശിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ ലംഘനങ്ങൾക്ക് പരിഹാരമായിട്ട്, നമ്മുടെ ശാപങ്ങൾക്ക് പരിഹാരമായി ക്രിസ്തു നൽകിയത്. ആ ക്രൂശ് എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു അടയാളമാണ് എന്ന് കാണുവാൻ സാധിക്കും. നമ്മളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം പുത്രനിലൂടെ വരച്ചു കാട്ടിയ വലിയ ഒരു സ്നേഹമാണ് ക്രൂശ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അതിനോട് തന്നെ അത് തന്നെ നമ്മൾ നോക്കുമ്പോൾ മോശ ദൈവത്തെ കണ്ട് മടങ്ങുമ്പോഴെല്ലാം മോശയുടെ മുഖം വളരെ പ്രകാശപൂരിതമായിരിക്കും. ചിലപ്പോൾ മോശയുടെ മുഖം മറച്ച് തൻ്റെ പാളയത്തിൽ അനേക ദിവസങ്ങളിൽ ഇരിക്കുന്നതും ജനങ്ങൾക്കത് കാണുവാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ നമ്മൾ ആദ്യമേ മനസ്സിലാക്കി, മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ ആയിരുന്നപ്പോൾ മോശയുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു, ആ തേജസ് നിറഞ്ഞിരുന്നു എന്ന് ആ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവകൽപ്പനകൾ വാങ്ങി വരുന്നതായിട്ടുള്ള മോശയുടെ മുഖത്തേക്ക് അഹരോനൊന്നും നോക്കുവാൻ സാധിക്കാത്ത വിധം തൊക്ക് പ്രകാശമായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ മോശയായിരുന്നു. മോശ ദൈവത്തോടൊപ്പം 40 ദിവസങ്ങളായിരുന്നു എന്നാണ് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ 40 ദിവസം സീനായ് മലയിൽ ആ ദൈവിക സാന്നിധ്യത്തിൽ മോശ ആയിരുന്ന വേളയില്ല. അവിടെ മോശ ദൈവത്തെ ദർശിച്ചില്ല, അല്ലെങ്കിൽ പിന്നീടാണ് മോശ ദൈവത്തോട് ചോദിക്കുന്നത്, അങ്ങോട്ട് തേജസ് എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന്. പക്ഷേ ദൈവിക സാന്നിധ്യത്തിൽ മോശ 40 ദിവസമായിരുന്നപ്പോൾ മോശയുടെ ത്വക്ക് തേജസ്സുള്ളതായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇവിടെ തിമോത്തിയോക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, അത്രയും ശോഭിതമായ ദൈവമാണ് നമുക്കുള്ളത്. ആർക്കും ആ ദൈവ തേജസ്സിന് അടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ദൈവിക സാന്നിധ്യത്തിൽ മോശ ആയിരുന്നപ്പോൾ മോശയുടെ ആ തേജസ് ഇത്രത്തോളം ശക്തമായിരുന്നുവെങ്കിൽ ചിന്തിച്ചു നോക്കുക, ആ ദൈവത്തോടൊപ്പം നമ്മളായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥാവിശേഷം. ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ ആ തേജോവർണ്ണം എത്രത്തോളം മഹിമയുള്ളതായിരിക്കും എന്ന് നാം ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ മോശയെ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർക്ക് നോക്കുവാൻ പറ്റാത്ത രീതിയിൽ അവസാനം മോശ മൂടുപടമിട്ടാണ് അവരോട് ഇടപെട്ടിരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മോശയുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു.
പാപത്തിൻ്റെ ആ ഒരു പാപത്തിന് നിമിത്തം നമുക്ക് നമ്മളുടെയായ തേജസ്, നമ്മളുടെയായ രൂപം, നമുക്ക് ആ ദൈവീയ തേജസ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും അത് എങ്ങനെയാണ് ക്രമാതീതമായി ദൈവം എങ്ങനെ അത് നമുക്ക് ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റുമോ? വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പാപപൂർണമായ ഒരു ജീവിതത്തിൽ നിന്ന് നാം മാറ്റപ്പെടുമ്പോൾ നമുക്കത് പുതുക്കത്തിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാൻ സാധ്യമാകും. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ നേടിയ ഒരു വ്യക്തിയായി തീരുക എന്നുള്ളതാണ്. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ തന്നെ നാം ദൈവീകമാകുന്ന കരവലയത്തിലായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതം മുഴുവൻ ദൈവത്തിൽ സമർപ്പിതമായിക്കൊണ്ടായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ സാധ്യമാകും. അതുകൊണ്ടാണ് വേദപുസ്തകം ഇവിടെ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയണേ, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖം കർത്താവിൻ്റെ തേജസ്സിൻ്റെ കണ്ണാടി പോലെ പ്രതിബിംബമായി എല്ലാവരും അറിയും. അപ്പം നമുക്ക് തിളക്കമാർന്നതായ ശോഭയേറിയതായ ഒരനുഭവം, കർത്താവിൻ്റെ മുഖം ദർശിക്കുന്നതായ ഒരനുഭവം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓർത്തിരിക്കേണ്ടത്, പാപമംഗുലമായ ഒരു ജീവിതത്തെ വിട്ടൊഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമാണ്. ദൈവത്തോടൊപ്പം നാം വസിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പ്രകാശപൂരിതമായ ഒരു ജീവിത അനുഭവമാണ്. ദൈവം നമ്മുടെ വഴികാട്ടിയായി നമ്മളോടുകൂടെയുണ്ട്. ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ നാം ഓർത്തിരിക്കേണ്ടത്, നാം ക്രിസ്തുവിലാണ്, നാം ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ജീവിതപാതയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതപാത. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് ഈ വാക്യത്തിന് ഇത്രമാത്രം കാര്യപ്രസക്തിയുള്ളത്. മൂടുപടം നീങ്ങിയിരിക്കുകയാണ്. നമുക്കിന്ന് ശോഭപൂർണനായ ക്രിസ്തുവിനെ നേരിൽ കാണുവാൻ, ദർശിക്കുവാനുള്ളതായ അവസരം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ആയതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്നതിൽ കൂടി തെളിയിക്കപ്പെടേണ്ട അനുഭവം ഇന്നും നിലനിൽക്കുന്നു എന്ന് കാണുവാൻ സാധ്യമാകുന്നു. ഓക്കെ, അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ആ സ്വരൂപം നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരികെ ലഭിക്കാനുള്ള ഒരു പാപത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പാസ്റ്റർ മഹേഷ് പ്രാർത്ഥിക്കുക. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് അടികളെ നയിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുന്ന് അടികളോട് കൂടെ ഇരിക്കുന്ന വലിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. സ്വർഗസ്ഥ പിതാവേ, അടികൾ ഇവിടെ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ എൻ്റെ ദൈവം പ്രിയപ്പെട്ടവരോടും അവിടെ ഇടപെടണം, അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് അടിയൊക്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തന്നെ ആമേൻ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കിടന്നു വന്ന് നല്ല ആശയങ്ങൾ പങ്കുവച്ച ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. മാന്യപ്രേക്ഷകരെ, ഇത്രയും സമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ കടന്നു ചെന്ന് ദൈവവുമായുള്ള സംഭാഷണം, ദൈവവുമായുള്ള സഹവാസം, അത് എത്ര വലിയ അനുഗ്രഹമായിരുന്നു. മോശയുടെ മുഖം പ്രകാശപൂരിതമായിരുന്നു. അനേക വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി, നമസ്കാരം.